രാത്രിയിൽ ചില ആഹാരങ്ങൾ ഒരുപക്ഷെ നമ്മൾ സാധാരണ കഴിക്കുന്ന ചില ഫുഡ്സൊക്കെ രാത്രി കഴിച്ചാൽ പെട്ടെന്ന് വയസ്സാകും, വേഗം മുടി നരയ്ക്കാൻ തുടങ്ങും, അതുപോലെ തന്നെ ശരീരത്തിൽ ഇങ്ങനെ ചുക്കും ചുളിവൊക്കെ ഉണ്ടാകും. ആകെ നമ്മൾ പെട്ടെന്ന് വയസ്സായതുപോലെ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോകും, നമ്മുടെ ഭംഗി നഷ്ടപ്പെടും, നമ്മൾ പെട്ടെന്ന് രോഗിയാകും. അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഹദീസിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരം കാര്യങ്ങൾ, രാത്രിയിൽ കഴിക്കാൻ പാടില്ലാത്ത ചില ആഹാരങ്ങളെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത്. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാവുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായ നല്ല പോസിറ്റീവ് വൈബുള്ളൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നല്ല ആരോഗ്യം വേണം അല്ലേ? ആരോഗ്യത്തിന് എന്ത് ചെയ്യണം? നമ്മൾ നന്നായി ഭക്ഷണം കഴിക്കണം. ആവശ്യത്തിന് ഭക്ഷണം നമ്മുടെ ശരീരത്തേക്ക് എത്തണം. അതെങ്ങനെയുള്ള ഭക്ഷണമായിരിക്കണം? നമ്മുടെ ശരീരത്തിന് ധാരാളം ഗുണം ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. ഞാൻ ചില കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ, മക്കൾ എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കണത്? അത് വയറ് നിറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കണത്? അല്ല, വിശപ്പ് മാറാനാണ്. എപ്പോഴെങ്കിലും വിശപ്പ് മാറിയ ഉടനെ നമ്മൾ ഭക്ഷണം നിർത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തു ചെയ്യും? നമ്മളെല്ലാവരും ചെയ്യണ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കും, അവസാനം നിറഞ്ഞിങ്ങനെ നിൽക്കണം. നിറഞ്ഞാലാണ് നമുക്ക് ഭക്ഷണം കഴിച്ചതിനൊരു തൃപ്തി വരുള്ളൂ അല്ലേ? വയറങ്ങ് നിറയണം, ഇങ്ങനെ ആന ചിഹ്നം വിളിക്കുന്നത് പോലൊരു സൗണ്ടും പുറത്തേക്ക് വരണം, എങ്കിലേ ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു ആത്മനിർവൃതി നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിലോ ഒരു കഴിക്കാത്ത പോലെ തോന്നുന്നു, അതൊരു പ്രയാസമാണെന്നാണ്. അപ്പോൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം അല്ലേ? ചില ആളുകൾ 2 നേരം കഴിക്കും, ചിലർ 3 നേരം കഴിക്കും, ചിലർ 4 നേരം കഴിക്കും, 5 നേരം കഴിക്കുന്ന ആളുകൾ വരെ ഉണ്ട്. അങ്ങനെയാണോ ശരിക്കും വേണ്ടത്? ഇപ്പോൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയായിരുന്നു കഴിച്ചത്? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 നേരം കൃത്യമായിട്ട് ഇങ്ങനെ നിർണ്ണയിച്ച് കഴിക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? ഇല്ല. ഇനി സയൻറ്റിഫിക്കായിട്ട് അങ്ങനെ വല്ല സ്റ്റഡീസ് ഉണ്ടോ? കറക്റ്റ് 3 നേരം കഴിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പ്രയാസമാണ്? ഇല്ല. 3 നേരം കഴിച്ചാലാണ് പ്രശ്നം എന്നാ പറയുക അല്ലേ? എന്നാൽ ചില രോഗകാരണമുള്ളവരുണ്ട്, അസിഡിറ്റിയുടെ പ്രോബ്ലം അവരുണ്ട്. അവർക്ക് ചിലപ്പോൾ ഡോക്ടർ പറയും രാവിലെ 8 മണിക്ക് തന്നെ ഭക്ഷണം കഴിക്കണം, ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ കഴിക്കണം, അതുപോലെ തന്നെ വൈകുന്നേരം ഇന്ന സമയത്ത് കഴിക്കണം. ഇങ്ങനെ കൃത്യമായി ഡോക്ടർ പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ. അല്ലാതെ നമ്മൾ വിശന്നില്ലെങ്കിലും വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, അതാണ് അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഉച്ചയ്ക്ക് വിശന്നില്ലെങ്കിലും വെറുതെ ഇങ്ങനെ വാരി കഴിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക. ഉച്ചയ്ക്ക് കഴിച്ചു നിങ്ങൾ, അതൊരു വിശപ്പാകുമ്പോൾ കഴിക്കുക. രാവിലെ നേരത്തെ കഴിക്കുക. വളരെ പ്രഭാതത്തിൽ ഭക്ഷണം കഴിക്കണം എന്നാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. പ്രഭാതം വിട്ട് ഒരു 10 മണി 11 മണിക്ക് കഴിക്കുന്ന സ്വഭാവം ശരീരത്തിന് നല്ലതല്ല. അത് നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ച് കളയും എന്നുള്ളതാണ്. നല്ല ആരോഗ്യം വേണോ? വളരെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ നമുക്ക് ഉച്ചയാകുമ്പോൾ നല്ലൊരു വിശപ്പൊക്കെ കിട്ടും. അപ്പോൾ ഉച്ചയ്ക്ക് നന്നായി ഭക്ഷണം കഴിക്കുക. രാത്രിയും അതുപോലെ തന്നെ അതിൻ്റെ സമയമൊക്കെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു ആപ്തവാക്യം എന്നോണം നമ്മൾ ശ്രദ്ധിച്ചിരുന്ന ഒരു ബോർഡ് ഒരു മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 1 നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, 2 നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി, 4 നേരം കഴിക്കുന്നവൻ ദ്രോഹി എന്നിങ്ങനെയാണ് സംഭവം. അത് രസകരമാണ്. എന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ രസമാണ് സംഭവം. ഒരു നേരം കഴിക്കുന്നവൻ യോഗിയാണ്. അതായത് ഇപ്പോൾ മഹത്തുക്കളുടെയൊക്കെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നേരമാണ് ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിന് അവർ വല്ല പ്രാമുഖ്യം കൊടുത്തിരുന്നില്ല. തങ്ങളിങ്ങോട്ട് വിട്ടത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ്, അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാനാണ്. അപ്പോൾ അള്ളാഹിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ മാത്രം ഒരു ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം അവർ കഴിച്ചിരുന്നുള്ളൂ. അപ്പോൾ ആരോട് ചോദിക്കുക, അപ്പോൾ മൊയ്ലിയാർ 1 നേരം? അല്ല, ഞാൻ 1 നേരമല്ല ഭക്ഷണം കഴിക്കണം, ഞാൻ 3 നേരം ഭക്ഷണം കഴിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് 3 നേരമാണെങ്കിൽ തന്നെയും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല. അപ്പോൾ നേരങ്ങൾ ചുരുങ്ങും തോറും അത് നല്ലതാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ, അവരുടെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 നേരം ഫുഡ് കഴിച്ചിരുന്നു. ഭൂരിഭാഗം രേഖകളിലും അങ്ങനെ കാണുന്നില്ല. നബി തങ്ങൾ 2 നേരം കഴിച്ചതായിട്ട് കാണാം. രാവിലെ ഭക്ഷണം കഴിക്കും, പിന്നെ രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കും. മനസ്സിലായോ? അത് 3 നേരം കഴിക്കൽ തെറ്റാണെന്നോ ഹറാമാണെന്നോ ഒന്നുമല്ല ഞാനീ പറയണത്. മനസ്സിലാകുന്നുണ്ടോ? കാരണം ഭക്ഷണം പരമാവധി കുറയ്ക്കുക, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം കഴിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. ഇനിയിപ്പോൾ രാത്രിയിലെ ഭക്ഷണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാത്രിയിലെ ഭക്ഷണം
പല ആളുകളും ഒഴിവാക്കാറുണ്ട്, അല്ലെങ്കിൽ വൈകി കഴിക്കുന്നുണ്ട്. കുറേ പ്രശ്നങ്ങളൊക്കെ രാത്രിയിലെ ഭക്ഷണത്തിനുണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാർ ഷുഗർ പേഷ്യൻസാണ്. പണ്ടൊക്കെ പ്രായമുള്ളവർക്കാണ് ഷുഗർ വരിക, എന്നങ്ങനെയല്ല. 25 വയസ്സുള്ളവനും ഷുഗറാണ്, 30 വയസ്സുള്ളവർക്കും ഷുഗറാണ്. ഇങ്ങനെ ഷുഗർ വരിക, പ്രഷർ വരിക, പൊണ്ണത്തടി വരിക, അല്ലേ? ഇവനിവിടെയാണെങ്കിൽ വയറവിടെയാണ്. അപ്പോൾ അങ്ങനെ പൊണ്ണത്തടി കൊണ്ട് നമ്മൾ പ്രയാസപ്പെടുക. അപ്പം അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ വൈകി ഭക്ഷണം കഴിക്കുന്നതാണ്. ഒരു കാര്യം അങ്ങനെയാണ്, നമ്മളെപ്പോഴാണ് ഭക്ഷണം കഴിക്കണേ? 10 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കും, എന്നിട്ട് 10:30 പോയി കിടന്നുറങ്ങും. അത് നല്ലതല്ല. വൈകി ഭക്ഷണം കഴിക്കരുത്, നേരത്തെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹെവി ജങ്ക് ഫുഡ്സൊക്കെ രാത്രി കഴിക്കുക. ഷവർമയും അതുപോലെ തന്നെ മറ്റ് മന്തിയും മറ്റ് സാധനങ്ങളും ഒക്കെ രാത്രി കഴിക്കുക. ചിലരുടെ ഒരു ഡയലോഗുണ്ട്, ഞങ്ങൾ രാത്രി ചോറ് കഴിക്കില്ല, ഒരു ചപ്പാത്തി കഴിക്കും. ചപ്പാത്തി നല്ലതാണല്ലോ, ചപ്പാത്തി കഴിക്കും. ഒരു 4-5 ചപ്പാത്തിയും കഴിച്ചാൽ പിന്നെ അടിപൊളിയാണ്. ചോറ് കഴിച്ചാലേ നമ്മുടെ ശരീരം അങ്ങോട്ട് ഇടങ്ങേറാവും. മോനെ ആരതൊക്കെ പറഞ്ഞത്? ചോറിൽ കാർബോഹൈഡ്രേറ്റ്സ് ഒരുപാടുണ്ട്, ഒരുപാട് കലോറി ചോറിൽ അടങ്ങിയിട്ടുണ്ട്. ചോറ് കഴിച്ചാൽ പ്രശ്നമാണെങ്കിൽ ചപ്പാത്തി കഴിച്ചാലും പ്രശ്നമാണ്. ചപ്പാത്തിയൊക്കെ ഡോക്ടർ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 കഴിക്കാം. ഇത് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ധാരാളം വലിച്ചു വരി കഴിക്കുന്നവർ അങ്ങനെ കഴിച്ച ചോറ് കഴിക്കണതിനേക്കാളും ഇടങ്ങേറാവണം അവൻ. കാരണം അതും കാർബോഹൈഡ്രേറ്റാണ്, ഇല്ലേ? ഗോതമ്പ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കണം, അത് വളരെ കുറച്ച്. ഇപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, രാത്രി ഭക്ഷണം കഴിക്കണം എന്നാണ്, ഒഴിവാക്കരുത്. മുത്തുനബി തങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ വേണ്ട പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലേ? രാത്രിയിലെ ഭക്ഷണം ഒഴിവാക്കല്ലേ. എന്ത് സംഭവിക്കും? ഹബീബായ തങ്ങൾ പറയാണ്, പെട്ടെന്ന് വാർദ്ധക്യം നിങ്ങളിലേക്ക് വന്നെത്തും, പെട്ടെന്ന് നിങ്ങൾക്ക് വയസ്സാകും. രാത്രി ഭക്ഷണം ഒഴിവാക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ സൂക്ഷിച്ചോ. അത് ഡയറ്റിൻ്റെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും രാത്രി കഴിക്കാതിരുന്നാൽ, പതിവായി കഴിക്കാതിരുന്നാൽ നിങ്ങൾ പെട്ടെന്ന് വയസ്സാകും. നിങ്ങളുടെ മുടി പെട്ടെന്ന് നിറക്കും, ശരീരം ഇങ്ങനെ ചുളിഞ്ഞു തുടങ്ങും, നിങ്ങൾക്ക് ആരോഗ്യം കുറയും. ആരത് പറയണത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ട് നമ്മുടെ കാരണവന്മാർ പറയും, മോനെ അത്താഴപ്പട്ടിണി കിടക്കല്ലേട്ടാ പറയണം. അതിൻ്റെ ഒരു കാരണം അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ് രാത്രി ഭക്ഷണം. പക്ഷേ ഒരുപാട് നമ്മൾ വാരി വലിച്ച് കഴിക്കാൻ പാടില്ല. ഒരു ഫ്രൂട്ട്സ് കഴിക്കാമല്ലോ, സാലഡ്സ് കഴിക്കാം. ഹെവി ഫുഡ് കഴിക്കരുത്. കാരണം രാത്രിയിൽ ദഹനത്തിന് ടൈം കുറവാണ്. രാവിലെ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് ഇതൊക്കെ കൃത്യമായി ദഹിപ്പിക്കേണ്ട ടൈമാണ്. അപ്പോൾ യഥാർത്ഥ ദഹനം ഉറങ്ങുന്ന സമയത്ത് നടക്കില്ല, അതിനു മുമ്പ് ക്ലിയറാക്കി ദഹിക്കാനുള്ള ടൈമൊന്നും നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ രാത്രിയിൽ ഏറ്റവും നല്ലത് വളരെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫുഡ്സ്. അത് ഏറ്റവും നല്ലത് ഫ്രൂട്ട് കഴിക്കാം, സാലഡ്സ് കഴിക്കാം. അങ്ങനെ തന്നെയാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ ഫ്രൂട്ട്സ് കഴിക്കുമായിരുന്നു, ഈന്തപ്പഴം കഴിക്കുമായിരുന്നു, മറ്റു പല ഫ്രൂട്ട്സും ഹബീബായ തങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെയിറ്റ് ലോസ് ഉദ്ദേശിക്കുന്ന ആളുകൾ ഒരിക്കലും രാത്രിയിലെ ഭക്ഷണം ഒഴിവാക്കുകയല്ല വേണ്ടത്, നേരത്തെ കഴിക്കുകയാണ് വേണ്ടത്. രാത്രി നിങ്ങൾ ഫുഡ് കഴിക്കാതിരുന്നുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കും, വെയിറ്റ് ലോസ് സംഭവിക്കുന്നു. ചിലപ്പോൾ 1 കിലോ കുറഞ്ഞുണ്ടെന്ന് സന്തോഷിക്കേണ്ട, ആരോഗ്യമാണ് അവിടെ കുറയുന്നത്. പെട്ടെന്ന് നിനക്ക് വയസ്സാവുന്നേ. അതുകൊണ്ട് വെയിറ്റ് ലോസ് ഉദ്ദേശിച്ചിട്ട് രാത്രിയിലെ ഭക്ഷണം കുറക്കല്ലേ. ഫ്രൂട്ട്സ് കഴിച്ചാൽ മതിയല്ലോ, രാത്രി വേഗം വെയിറ്റ് കുറഞ്ഞു വരും. ഫ്രൂട്ട്സ് കഴിക്കുക, അല്ലെങ്കിൽ നല്ല ഭക്ഷണങ്ങൾ അല്പം കഴിക്കുക. എപ്പോൾ കഴിക്കണം? ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, അല്ലേ? അൽ അശാഉ ഖബല അൽ ഇശാ, ഇശാഇന് മുമ്പ് ഭക്ഷണം കഴിക്കാം, രാത്രി ഭക്ഷണം കഴിക്കാം, അല്ലേ? ഒരു 3-4 മണിക്കൂർ ഗ്യാപ്പെങ്കിലും ഉണ്ടാകണം ഉറങ്ങുന്നതിനും ഈ രാത്രി ഭക്ഷണവും തമ്മിൽ. ഇത്രയും ഗ്യാപ്പ് വിട്ട് കഴിക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല മാറ്റം ഉണ്ടാകും, ആരോഗ്യത്തിന് നല്ലൊരു കാവലും കൂടിയാണ് ഈ പറയുന്ന പോലെ നേരത്തെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ആയുർവേദ ഡോക്ടേഴ്സൊക്കെ പറയും 5 മണിക്ക് കഴിക്കുക, അല്ലെങ്കിൽ 6 മണിക്ക്, 7 മണിക്ക് അപ്പുറം കഴിക്കരുത്, 8 മണി മാക്സിമം, അങ്ങോട്ട് പോവുക തന്നെ ചെയ്യരുത്. അപ്പോൾ രാത്രി ഒരു 7 മണിക്ക് മുമ്പൊക്കെ നമ്മുടെ രാത്രി അത്താഴ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം അതുകൊണ്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ടല്ലോ, കഴിച്ച ഉടൻ നിങ്ങൾ കിടക്കരുത്. ഇതൊക്കെ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മുത്തുനബി അന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. ഭക്ഷണം കഴിച്ച ഉടനെ പോയി കിടക്കരുത്, ഉടനെ കിടക്കരുത്. ഞാനൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉസ്താദ് കിടക്കുള്ളൂ, അതല്ല. കഴിച്ച ഉടനെ ആ 10-15 മിനിറ്റൊക്കെ പെടും. ഒരു 3 മണിക്കൂറൊക്കെ ഗ്യാപ്പ് വേണം ഭക്ഷണം കഴിച്ചിട്ട്. അതുകൊണ്ടാണ് നേരത്തെ കഴിക്കാൻ പറയണത്. മനസ്സിലാകുന്നുണ്ട്? അല്ലെങ്കിൽ ഒരുപാട് രോഗങ്ങൾ, നമുക്ക് ഹൃദ്രോഗം വരും, ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കിടക്കാൻ കാരണമായി തീരും, ഒരുപാട് കൊളസ്ട്രോൾ ഉണ്ടാകാനുള്ള കാരണമാകും, ഷുഗർ വരാനുള്ള കാരണമാകും, പൊണ്ണത്തടിക്ക് റീസണാണ്. ഇങ്ങനെ പല കുഴപ്പങ്ങൾ അവിടെ കിടപ്പുണ്ടെന്നേ. അപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ ഹൃദയം പോലും കടുപ്പിക്കും. അതായത് കഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് പോലും കാഠിന്യം ഉണ്ടാവും എന്നുള്ളതാണ്. കാരുണ്യം നഷ്ടപ്പെടും, സ്നേഹം നഷ്ടപ്പെടും, മനസ്സിൻ്റെ അകത്ത് മനസ്സങ്ങ് കടുകട്ടിയായി പോകും എന്നാണ്. ഇപ്പോൾ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ആരോഗ്യമുള്ളവരുടെ ചില ലിസ്റ്റുകൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അവർക്ക് എങ്ങനെയാണ് ആരോഗ്യം ലഭിച്ചത് അതിൽ കാണാം. അവർ വളരെ നേരത്തെ കഴിച്ചിട്ട് പെട്ടെന്ന് കിടക്കാത്തവരാണ്, നേരത്തെ കഴിച്ചിട്ട് ഗ്യാപ്പ് വിടും, വളരെ കുറച്ച് കഴിക്കുന്നവരുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, രാത്രിയിലെ ഭക്ഷണം ഒഴിവാക്കരുത്, നേരത്തെ കഴിക്കുക, കഴിച്ച ഉടൻ ഉറങ്ങരുത്.
അങ്ങനെ നമ്മൾ രാത്രി കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ പെട്ടെന്ന് വയസ്സാകും, ശരീരത്തിൽ വയസ്സാകുന്നതിൻ്റെ പല അടയാളങ്ങളും കണ്ടു തുടങ്ങും. ഒന്നാലോചിക്കുക, 30 വയസ്സിൽ തന്നെ നരക്കുന്ന എത്ര പേരുണ്ട്? എല്ലാ നരയും അങ്ങനെയാണെന്നല്ല, ഇതും ഒരു കാരണമാണെന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിച്ച 10 ഭക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു 8-10 ഭക്ഷണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. രാത്രി നിങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ. ഇതിപ്പോൾ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഈ മനോഹരമായ ദീൻ എത്രമേൽ ഹൃദ്യമാണത്. നമുക്ക് ചില ഭക്ഷണങ്ങളെ നിയന്ത്രിച്ച് തന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ മോഡേൺ സയൻസ് അതൊക്കെ കൃത്യമായി നമുക്ക് എടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ രാത്രി ഭക്ഷണം കുറയ്ക്കണമെന്ന് പറഞ്ഞതിൽ തന്നെ ഇന്നത്തെ പല ഫുഡ്സുകളും ഒഴിവായിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ആധുനികമായി നമ്മൾ ഇന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നൊരു വിഷയം കൂടെയാണ് ചില ഭക്ഷണങ്ങൾ രാത്രി കഴിക്കരുത് എന്നുള്ളതാണ്. ഒന്ന്, ഒരുപാട് കലോറിയുള്ള ഫുഡ് കഴിക്കരുത്. പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ്സ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഫുഡ്സൊക്കെ രാത്രി ഒഴിവാക്കലാണ് നല്ലത്. ഇപ്പോൾ ചോറാകട്ടെ, ചപ്പാത്തി ആകട്ടെ, അതൊക്കെ രാത്രി പരമാവധി ഒഴിവാക്കലാണ് നല്ലത്, ഏറ്റവും നല്ലത്. ചിലർക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ ഒരു രക്ഷയിലും ഉസ്താദ് ചോറ് കഴിക്കേണ്ടി പറ്റില്ല, വേറെ എന്തുവേണമെങ്കിലും പറഞ്ഞു എന്നാണ്. ചോറ് കഴിക്കണ്ട എന്ന് ചോറ് കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആളുകൾ എന്ത് ചെയ്താൽ മതി? വളരെ കുറച്ച് ചോറ് കഴിച്ചാൽ മതി, വളരെ കുറച്ച്. അങ്ങനെ ചോറിങ്ങനെ പാത്രത്തിൽ നിറഞ്ഞിരിക്കണം, നല്ലൊരു സമാധാനം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ആവരുത്, ആവശ്യത്തിന് ചോറ് കഴിക്കുക. ഇനി ചപ്പാത്തി നിർബന്ധമായും കഴിക്കണം എന്നുള്ളവർ 1-2 ചപ്പാത്തി കഴിക്കുക. ഇനി മറ്റൊന്ന്, രാത്രിയിൽ ചായയും കാപ്പിയൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതിലടങ്ങിയിട്ടുള്ള പല ഇൻഗ്രീഡിയൻസും നമ്മുടെ ഉറക്കത്തെ ഇല്ലാതാക്കും. രാത്രി ഇങ്ങനെ കണ്ണും തുറന്ന് നോക്കി കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്താ, രാത്രി ഒരു കട്ടൻ ചായ ഇല്ലാതെ അവർക്ക് ഭക്ഷണം ഇറങ്ങൂല, കട്ടൻ ഉറപ്പാണ്. അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നവരാണ് ഈ ചായയും കാപ്പി ഇങ്ങനെ കുടിച്ച് രാത്രിയിൽ ഇത് നിർബന്ധമായി മാറിയിട്ടുണ്ട്. അവർക്ക് നല്ല ഉറക്കം അവർക്ക് കിട്ടൂല, ഉറക്കമില്ലാതെ ഇങ്ങനെ നിലാവ് നോക്കി ഇങ്ങനെ കിടക്കേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ നമുക്കറിയാം ബോട്ടിൽ വരുന്ന ഒരുപാട് കോള പോലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ രാത്രി കഴിക്കാതിരിക്കുക. അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഷുഗർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് രാത്രി പ്രത്യേകിച്ച് നമ്മൾ കഴിക്കണതുകൊണ്ട് പിന്നെ കൂടുതൽ അനക്കങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ വേഗം ഷുഗർ രോഗിയാക്കി അത് മാറ്റും എന്നുള്ളതാണ്. ഈ കോളയും അതുപോലെ തന്നെ ഇതുപോലുള്ള ഫുഡ്സൊക്കെ രാത്രി നിരന്തരം കഴിക്കുന്നവരുടെ കഴുത്തിന് ചുറ്റും ഇങ്ങനെ നല്ല ഡാർക്ക് കളർ വന്നിട്ടുണ്ടാകും. അതിന് എത്ര മരുന്ന് വെച്ചിട്ടും കാര്യമില്ല, അവർ നന്നായി നല്ല ഭക്ഷണം കഴിച്ച് തടി കുറക്കുക തന്നെ വേണം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ രാത്രിയിൽ ഐസ്ക്രീം കഴിക്കുന്ന ശീലം പലർക്കുണ്ട്. ഫലൂഡ കഴിക്കാതെ ഞാൻ കിടന്നുറങ്ങില്ല എന്ന് പറയാം ചില ആളുകൾ. അങ്ങനെ പാടില്ല. രാത്രിയിൽ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുക, എന്നാൽ ഐസ്ക്രീമൊക്കെ തീരെ ഒഴിവാക്കേണ്ട കാര്യവുമാണ്. മറ്റൊന്ന് ജങ്ക് ഫുഡ്സാണ്. അത് പിസ്സ ആകട്ടെ, ബർഗർ ആകട്ടെ, അങ്ങനെയുള്ള ഫുഡ്സൊക്കെ രാത്രി ഒഴിവാക്കി കളയാം. ഇന്നത്തെ സ്റ്റൈൽ അതാണ്. IT സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ ഞാൻ എൻ്റെ വീട് ഇൻഫോ പാർക്ക് അടുത്താണ്. അപ്പോൾ രാത്രി ഇവിടെയുള്ള കടകളൊക്കെ ഫുള്ള് തിരക്കായിരിക്കും, പകൽ കുറവാണെങ്കിലും. കാരണം എന്താ, രാത്രിയിൽ വന്നിട്ട് ഈ ബർഗറും സാൻഡ്വിച്ചും അതുപോലെ പിസ്സയും മറ്റു കാര്യങ്ങളൊക്കെ കഴിക്കുക. ഇത് ചെറിയ പൈസ കൊടുത്താൽ മതി, അതുകൊണ്ട് തന്നെ വേഗം പരിപാടിയും കിടക്കും. ഇതിങ്ങനെ കഴിക്കാം. വേറെ നല്ല ഫുഡ്, വേറെ ഹോട്ടൽസൊക്കെ കാലിയായി കിടക്കുമ്പോഴും പിസ്സയും ബർഗറും ഫുള്ളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിരന്തരം വല്ലപ്പോഴൊക്കെ കഴിക്കണതിനെ കുറിച്ചല്ല, എപ്പോഴെങ്കിലും ഒരു പരിപാടിക്ക് പോയി കഴിക്കുന്നതിനെ കുറിച്ചൊന്നല്ല ഈ പറയണം. നിരന്തരം ഇതിൻ്റെ പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ പെട്ടെന്ന് രോഗിയാകും എന്നുള്ളത് ഉറപ്പാണ്. മറ്റൊന്ന്, ഈ വറുത്ത ഐറ്റംസ്, ചിപ്സ് പോലെയുള്ളത്, ചിപ്സ്, ടാപ്പിയൊക്കെ ചിപ്സ് ഉണ്ട്, ഇല്ല കപ്പ വറുത്തത്, അല്ലെങ്കിൽ ഈ പഴം വറുത്ത സാധനങ്ങൾ രാത്രി പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ഫാറ്റുള്ള നല്ല ഫുഡ്സ്, ഫാറ്റ് കണ്ടൻറ്റ് കൂടിയ ഫുഡ്സൊക്കെ നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കൂടെ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ LCHF എന്നൊക്കെ പറഞ്ഞ കുറേ ഡയറ്റില്ലേ, അപ്പോൾ അതിൽ ഡയറ്റീഷ്യന്മാർ പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇറച്ചി ഡെയിലി കഴിച്ചാലും പ്രശ്നമില്ല, പക്ഷേ ഇറച്ചി ഈ ചോറിൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ ചേരുമ്പോഴാണ് അത് മോശം കൊളസ്ട്രോളായി മാറുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ പരമാവധി ഈ ചോറ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണല്ലോ നമ്മുടെ ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊഴുപ്പുള്ള സാധനങ്ങൾ വളരെ വളരെ കുറയ്ക്കുക, രാത്രി പരമാവധി കഴിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഇറച്ചിയാണ് ഏറ്റവും നല്ല ഭക്ഷണം, ഇറച്ചിയാണ്. പക്ഷേ ഡെയിലി ഒരാൾ ഇറച്ചി കഴിച്ചാലോ അവൻ്റെ ഹൃദയം കടുത്തു പോകുന്നു, മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒന്ന്, ചോക്ലേറ്റ്സ് ഒക്കെ രാത്രി പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. സ്വീറ്റ്സ് ആകട്ടെ അങ്ങനെ തന്നെ. സ്വീറ്റ്സ് നമ്മൾ വെയിറ്റ് ലോസ് ഉദ്ദേശിക്കുന്നുണ്ട്, രാത്രി ഞാൻ 2 സ്വീറ്റ്സ് കഴിച്ച് കിടക്കുള്ളൂ, കുറയുമല്ലോ മോനെ വെയിറ്റ്. ഈ ഷുഗർ, പഞ്ചസാര ഒഴിവാക്കാതെ എൻ്റെ ലൈഫിൽ നിന്ന് ഈ വെയിറ്റ് കുറഞ്ഞു പോകുന്നതെന്ന് വിചാരിക്കേണ്ടതെന്നാണ്. അപ്പോൾ ഷുഗർ കണ്ടൻറ്റുള്ള അല്ലെങ്കിൽ സ്വീറ്റ്സൊക്കെ ഒരുപാട് കഴിക്കുന്നവരുടെ വയറ് ചാടും എന്നുള്ളത് ഉറപ്പാണ്. മറ്റൊന്നെന്ന് പറയുന്നത് മൈദ, പൊറോട്ട, ഗോതമ്പ് പൊറോട്ടയൊക്കെ നമുക്ക് ഒരെണ്ണം കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മൈദ പരമാവധി ഒഴിവാക്കുക, രാത്രി തീരെ കഴിക്കരുത്. മൈദയുടെ ഐറ്റംസ് ഒന്നും രാത്രി കഴിക്കരുത്, അതിനൊക്കെ ദഹിക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. പൊറോട്ട ദഹിക്കുകയാണെങ്കിൽ അമ്മാതിരി വർക്കൗട്ട് നമ്മൾ ചെയ്യണം. രാത്രി എന്ത് വർക്കൗട്ടിനാണ് സമയമുള്ളത്? ഒന്നിനും സമയമുണ്ട അല്ലേ? അപ്പോൾ രാത്രി പരമാവധി പൊറോട്ട ഒഴിവാക്കുക, എന്നിട്ട് വളരെ ലൈറ്റ് ഫുഡ്സ് കഴിച്ച് രാത്രി കിടന്നുറങ്ങുക. ഓക്കെ, രാത്രി ഒരിക്കലും ഭക്ഷണം ഒഴിവാക്കരുത്. അത് മുത്തുനബി തങ്ങളുടെ സുന്നത്തല്ല. എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ പതിവായി ഇങ്ങനെ കിടന്നുറങ്ങുന്നവരാണ് രാത്രിയിലെങ്കിൽ എന്ത് ഡയറ്റിൻ്റെ പേരിലാണെങ്കിലും മക്കളെ നിങ്ങളുടെ ആരോഗ്യം കുറയും, നിങ്ങൾക്ക് പെട്ടെന്ന് വയസ്സാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ ഒരു അഴിച്ചുപണി നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ലേ, സ്വഭാവ ലഹരി കുടുംബത്തിലെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ.
അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ 11,000 രൂപ സമ്മാനം ലഭിക്കുന്ന ചോദ്യം ഇന്നലെ ചോദിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊരു തിരക്കിലായിപ്പോയി, യാത്രയിലായിപ്പോയി. അപ്പോൾ തീരെ മജ്ലിസിനുള്ളൊരു സമയം കിട്ടിയില്ല, എല്ലാവരുടെയും ഇടയിലായിപ്പോയി. അപ്പോൾ ഇൻഷാ അല്ലാഹ് 11,000 രൂപ ആർക്കാണ് ലഭിക്കുന്നത് നമുക്ക് ഇന്നലെ തിങ്കളാഴ്ച ഒരു വെളുപ്പിന് നല്ല സമയം എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. നമുക്ക് വെള്ളിയാഴ്ച രാത്രിയിൽ ഒരു മജ്ലിസ് വയ്ക്കാം ഇൻഷാ അല്ലാഹ്. പോരെ? ഒരു 7:30 മണിയാകുമ്പോൾ രാത്രിയിൽ നമ്മുടെ മജ്ലിസ് ഉണ്ടല്ലോ മുമ്പത്തെ, അത് 7:30 മണിക്ക് വേണോ അല്ലെങ്കിൽ 7 മണിക്ക് വേണോ, നിങ്ങൾ പറയണ പോലെ ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസ് വെച്ചിട്ട് ആ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിജയിയെ പ്രഖ്യാപിക്കാം. അപ്പോൾ ഏതായാലും 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം, കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചത് എന്താണ്? ഫിർഔനിൻ്റെ ഭാര്യ ആരാണെന്നാണ്. അത് സയ്യിദത്തുന ആസിയ റളിയല്ലാഹു അൻഹയാണല്ലേ. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. മഹാനായ സയ്യിദി അഹ്മദ് അൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർഗരുടെ ഉമ്മയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക കേട്ടോ. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ, ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല, നീ ഖായിബാക്കല്ലയല്ല. ഒരുപാട് സങ്കടങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്, നീ അകറ്റിത്തരണയല്ല. ഞങ്ങളെ നല്ല ആരോഗ്യമുള്ളവരാക്കണയല്ല. നിനക്കിഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ നീ തൗഫീക്ക് നൽകണയല്ല. ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലയല്ല. നീ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാക്കണയല്ല. അർഹമുറാഹിമായ തമ്പുരാനെ, ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാവർക്കും സലാമത്ത് നൽകണയല്ല. ഞങ്ങളുടെ ജോലികളിൽ ബറക്കത്ത് ചെയ്യണയല്ല, കടങ്ങൾ ഏറ്റെടുക്കണയല്ല. എത്ര രോഗികളാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. യാ റബ്ബന, പരിപൂർണ്ണ ശിഫ നൽകണയല്ല. ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാണ്, അക്കൂട്ടത്തിൽ ഗർഭിണികളുണ്ട്. സുഖപ്രസവം നീ നൽകണേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണയല്ല. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹ്യങ്ങളാക്കണയല്ല. സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. ഹൈറായ ഭവനം നൽകണയല്ല. പടച്ചവനെ, ഒരുപാട് പ്രവാസികളുണ്ട്. നീ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ കുടുംബസമേതം ഇരുന്ന് ഈ മജ്ലിസ് വീക്ഷിക്കുന്നവരാണ്. ആ കുടുംബത്തിലെല്ലാം റഹ്മത്തിൻ്റെ മാലാകമാരെ നീ ഇറക്കണേ അല്ലാ. ഞങ്ങളെ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാഅത്തിൽ തരണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.